ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് 150 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കാൻ പോവുകയാണ്. ഇന്ന് 8-ാം ദിനം സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷനാണ് വരുന്നത്. 7-ാം ദിനം പുതിയ ചരിത്രം തീർത്ത സിനിമ 8-ാം ദിനം അതിന് മുകളിലേക്കുള്ള റെക്കോർഡ് ഇടുകയാണ്. 7-ാം ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നത്. സർവ്വകാല റെക്കോർഡാണ്. ഇതുവരെയുള്ള ഒരു മലയാള സിനിമയ്ക്കും നേടാൻ കഴിയാത്ത റെക്കോർഡ്. 7-ാം ദിനവും സിനിമ 10 കോടിക്ക് മുകളിൽ ഇന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുകയും ചെയ്തു. 9 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷനും കർണാടകത്തിൽ നിന്ന് 1/2 കോടിയും തമിഴ്നാട്ടിൽ നിന്ന് 30 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 30 ലക്ഷം രൂപയും നേടിയ ചിത്രം ഏകദേശം 10.5 കോടിയോളമാണ് കളക്ഷനായി നേടിയിരിക്കുന്നത്. അതായത് ആവറേജ് സിനിമയുടെ കളക്ഷൻ 15 കോടിക്ക് മുകളിലാണ് ഇന്നലെയും എന്ന് തന്നെ പറയാം. ഇന്ന് ഇതുവരെ പുതിയ ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. പ്രീസെയിലിലൂടെ ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത് 6 കോടി 70 ലക്ഷം രൂപയ്ക്കടുത്ത് 6 കോടി 63 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് 8-ാം ദിനത്തെ പ്രീസെയിലായി വന്നത്. 7-ാം ദിനവും പുതിയ ചരിത്രമാണ് സിനിമ കുറിച്ചത്. 6 കോടി 43 ലക്ഷം രൂപയുടെ അടുത്താണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ആ കാര്യങ്ങൾ മാറി മറിയുന്ന കാര്യം ട്രാക്കിങ്ങിലൂടെ ഇന്നലെ വന്നത് 8 കോടി 61 ലക്ഷം രൂപയോളമാണ്. 93% തിയേറ്റർ ഓക്യുപ്പൻസി വന്ന സിനിമയ്ക്ക് ഇന്നലെ ഏറ്റവും കൂടുതൽ ഷോ കളിച്ച ദിനവുമായിരുന്നു. ഇന്ന് അതിൻ്റെ മുകളിലേക്കുള്ള ഷോകളാണ്. ഏകദേശം 100-ന് മുകളിലുള്ള ഷോകൾ ട്രാക്കേഴ്സ് തന്നെ ട്രാക്ക് ചെയ്യപ്പെടുന്നു. ഇന്നലെ മൊത്തമായി വന്നത് 5,30,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് ട്രാക്കേഴ്സ് കണക്കുകളെങ്കിൽ ഇന്ന് ഇതിനോടകം തന്നെ 4 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. അതായത് രാവിലെ 10 മണിക്ക് മുമ്പുള്ളത്. എറണാകുളം കവിത, സരിത, സവിത സംഗീത തുടങ്ങിയ തിയേറ്ററുകളിലെല്ലാം തന്നെ ഈ ഒരു സിനിമയുടെ ഷോകൾ ആഡ് ചെയ്യാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നതാണ് എറണാകുളം കവിതയിലൊക്കെ ഇത്രയും ഒഴിഞ്ഞു കിടന്നിട്ടും ഈ ഒരു സിനിമ ഇറക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കാര്യം മാറി. നിമിഷങ്ങൾക്കുള്ളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷോ അക്കൗണ്ടുകൾ ആഡ് ചെയ്യുന്നു, തിയേറ്ററുകൾ കൂട്ടുന്നു, അവിടെയെല്ലാം ഹൗസ്ഫുൾ ഷോയുടെ പരിപാടി. അതായത് തിയേറ്ററുകാർക്ക് ഒരു ഉത്സവം തന്നെയാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ വല്ലപ്പോഴും കിട്ടുന്ന ആ ഒരു ഭാഗ്യം അവർക്ക് ലഭിച്ചിരിക്കുകയോ കൂടി ചെയ്യാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നത്തോടെ സിനിമ 130 കോടിയും കടന്ന് 140 കോടിയിലേക്ക് എത്തുമെന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ 150 കോടി കടക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഒരു സിനിമ ഒരു ചെറിയ സിനിമയായി വന്നു. ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സിനിമയ്ക്ക് 30 കോടി എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ താഴെയാണ് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഏകദേശം 25 കോടി മാത്രമെന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറയുന്നു. ഒരുപക്ഷെ പബ്ലിസിറ്റിയും കാര്യങ്ങളും ഇന്നുവരെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ 30 കോടി എത്തിയേക്കാം എന്ന് മാത്രമാണ് നമുക്ക് തോന്നുന്നത്. എന്താണേലും ഒരു റെക്കോർഡ് ബ്ലോക്ക് ബസ്റ്റർ മലേഷ്യയിൽ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം ഈ ഒരു സിനിമ ചെറിയ സിനിമയായിട്ട് വന്ന് പാൻ ഇന്ത്യൻ റീച്ചുള്ള സിനിമയൊന്നും ആയിരുന്നില്ല, സാധാരണ സിനിമയായി വന്നുവെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മലേഷ്യയിലേക്ക് ഈ സിനിമ റിലീസ് ചെയ്യുന്നു. ഒപ്പം തമിഴിലും തെലുങ്കിലുമൊക്കെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് അവരുടെ വെർഷനായിട്ട്. അതുവരെയുള്ളത് മലയാളം മാത്രമായിരുന്നു. അവിടെയും റെക്കോർഡ് തൂക്കിയിരുന്നു ഈ ഒരു സിനിമ. USA-യിലും ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് ഈ ഒരു സിനിമയ്ക്ക്. GCC രാജ്യങ്ങളിൽ ഒന്നും തന്നെ പറയാനില്ല. ഇനി വരുന്ന 3 ദിനങ്ങൾ GCC അല്ലെങ്കിൽ ഇന്നു മുതലുള്ള 3 ദിനങ്ങൾ GCC രാജ്യങ്ങളിലും വീണ്ടും തീ പിടിക്കുന്ന കാര്യങ്ങൾ കാണാം. കാരണം അവധി ദിനങ്ങളാണല്ലോ. എന്താണേലും അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഈ സിനിമ. ഈ വരുന്ന ഞായറാഴ്ചയോടുകൂടി 200 കോടി ഉറപ്പിച്ചോ മക്കളെ എന്ന് തന്നെ പറഞ്ഞു വരികയാണ്. നിവിൻ്റെ തുടർച്ചയായി വീണ്ടുമുള്ള 200 കോടി എന്ന് തന്നെ പറയാം. ഹൈ പൊട്ടൻഷ്യൽ. അതായത് മലയാളികൾ വീണ്ടും കണ്ടവർ കാണുകയും വീണ്ടും വീണ്ടും കാണുകയും കുടുംബത്തോടൊപ്പം കാണുകയും കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ കഴിയാത്ത ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയും വരുന്നു. എന്തായാലും USA-യിലെ കാര്യങ്ങളും അതേപോലെ തന്നെയാണ്. ന്യൂ ഷോ ആഡ് ചെയ്യുന്നു. AMC എംപയറിൽ AMC ഈഡൻ ഇതിനകത്തിലെ AMC ഫൗണ്ടെയിൻസ് ഇങ്ങനെയുള്ള തിയേറ്ററുകളിലെല്ലാം തന്നെ സിനിമയുടെ ഷോകൾ ആഡ് ചെയ്യുന്നു USA-യിൽ. അതൊരു അത്ഭുതം തന്നെയാണ്. മലയാള സിനിമയ്ക്ക് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് ഒരുക്കാൻ അങ്ങനെയൊന്നും USA-യിൽ കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ ടിക്കറ്റുകൾ അല്ലെങ്കിൽ തിയേറ്ററുകൾ കുറയുന്ന കാര്യമാണെങ്കിൽ ഇവിടെ കൂടുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ബെത്ലഹേം കുടുംബ യൂണിറ്റ് തമിഴിലും തെലുങ്കിലും 4-ാം തീയതിയാണ് എത്താൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ അവിടെയൊന്ന് കത്തിയാൽ കളി മാറും മക്കളെ എന്ന് തന്നെ പറയാം. മലയാള സിനിമയ്ക്ക് പുത്തൻ റെക്കോർഡ് ഈ സിനിമ തീർക്കും. അവിടെ കളി മാറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പ്രേമലു അവിടെ കത്തിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ അതിൻ്റെ മുകളിലേക്ക് കത്തുമെന്നുള്ളതിന് യാതൊരു സംശയം. ടോക്സിക് വന്നു 200 കോടി തൂക്കിയിട്ടും ഈ സിനിമയെ പാൻ ഇന്ത്യൻ മറ്റുള്ള സ്ഥലങ്ങളിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിന് ഒപ്പം ഇറങ്ങിയ 2 സിനിമകൾ ഖലീഫയും ഒപ്പം തുടരുമെന്നുള്ള ചിത്രങ്ങളും ഇതിനുമൊക്കെ മുകളിലേക്ക് പറക്കുകയാണ് ഈ ഒരു സിനിമ. ഇന്ന് 140 കോടിയോടെ ഇന്നത്തെ ഫൈനൽ 140 കോടിക്ക് മുകളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കാത്തിരിക്കാം. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ കളക്ഷൻ എത്രയാണെങ്കിലും ഒരു കാര്യം ആളുകൾക്ക് ഉറപ്പാണ്. ആവറേജ് ഒരു ദിവസം ഈ ഒരു സിനിമ നേടുന്നത് 15 കോടിക്ക് മുകളിൽ തന്നെയാണ് എന്നുള്ളതാണ്. എന്താണേലും അതിഗംഭീരമായിട്ട് വരുന്നതാണ്. വീഡിയോസ് ഇഷ്ടമായി